നമസ്കാരം. ന്യൂസ് 3ലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഭർത്താവിന്റെ ഹൃദയതാളം നിലയ്ക്കാതെ സൂക്ഷിക്കുന്ന ശ്രീജ, ഇതായിരുന്നു ഇന്ന് നമ്മുടെ അതിഥിയെക്കുറിച്ചുള്ള തംബ്നെയിൽ. ഭർത്താവ് സുരേഷ് ഹൃദയത്തോട് ചേർത്ത് നിർത്തി വളർത്തിയ ഗാനമേള ട്രൂപ്പ് ആദ്ദേഹത്തിന്റെ ആകസ്മിക വേർപാടിന് ശേഷം നിലയ്ക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഭാര്യ ശ്രീജ. കടലോളം സങ്കടം ഉള്ളിലുള്ളപ്പോഴും ഭർത്താവിന്റെ ജീവതാളമായി ശ്രീജ ഗോൾഡൻ ബീറ്റ്സിലെ കലാകാരന്മാർക്കായി നിലകൊണ്ടു. നൊമ്പരവും സംഗീതവും ഒക്കെ ഇഴചേർന്ന ആ ജീവിത യാത്രയെക്കുറിച്ച് പറയാൻ ശ്രീജ നമുക്കൊപ്പം തത്സമയം ചേരുന്നു. ഒപ്പം ആ ട്രൂപ്പിലെ സഹപ്രവർത്തകനും സുരേഷിന്റെ സുഹൃത്തുമായ സൈമണും നമുക്കൊപ്പമുണ്ട്. രണ്ടുപേരെയും, ശ്രീ ചേച്ചിയും സൈമൺ ചേട്ടനെയും സ്വാഗതം ചെയ്യുന്നു ന്യൂസ് 3ലേക്ക്. ആദ്യം ശ്രീ ചേച്ചിയോട് ചോദിക്കാം. ചേച്ചി, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. മറ്റൊന്നുമല്ല, പലരും, കൂടുതൽ ആളുകളും നിന്നു പോകുന്ന, സ്റ്റക്കായി പോകുന്നൊരു സാഹചര്യത്തിൽ അത്രയും ആളുകളെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കാണിച്ച ഒരു ആർജവം. സുരേഷ് ചേട്ടൻ്റെ വലിയ സ്വപ്നമായിരുന്നു ട്രൂപ്പ് എന്നുള്ളത്. അദ്ദേഹം വിട പറഞ്ഞത് നിങ്ങൾക്കൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പോലും വലിയ ബുദ്ധിമുട്ടായിരുന്നു. എങ്ങനെയാണ്, അതേക്കുറിച്ചൊന്ന് വിശദമായി പറയാമോ? എങ്ങനെയാണ് ചേച്ചി ഇതിൻ്റെ തലപ്പത്തേക്ക് വന്നത്? നമസ്കാരം. എൻ്റെ ശ്രീജ. ഇപ്പൊ ചേട്ടന്റെ മരണം കഴിഞ്ഞിട്ട് ഇപ്പൊ 9 വർഷമായി. ആദ്യം ചെറുപ്പകാലം തൊട്ട് ചേട്ടൻ ഈ ഫീൽഡിലായിരുന്നു. ചെറുപ്പത്തിലെ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ തൊട്ട് ആളുണ്ട് ഈ ഫീൽഡിലുണ്ട്. മറ്റുള്ള ട്രൂപ്പുകളിൽ പാടാൻ പോയിക്കൊണ്ടിരുന്നതാണ്. അതിനുശേഷമാണ് സ്വന്തമായിട്ട് ട്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തത്. അത് ഇപ്പൊ ഏകദേശം 30 വർഷമായി സ്റ്റാർട്ട് ചെയ്തിട്ട്. പ്രോഗ്രാമിൽ പോകുന്ന സമയത്താണ്, ഇടയിൽ വെച്ചാണ് പെട്ടെന്ന് ആൾക്ക് സൈലന്റ് അറ്റാക്ക് വന്നത്. അപ്പൊ ഒരു ഓണത്തിന്റെ സമയത്തായിരുന്നു സംഭവിച്ചത്. ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നെ എങ്ങനെ എനിക്കൊരു ധൈര്യം കിട്ടി, ഞാനത് സ്റ്റാർട്ട് ചെയ്തു. എന്നോടൊപ്പം എൻ്റെ ആർട്ടിസ്റ്റുകൾ, 30ഓളം ആർട്ടിസ്റ്റുകൾ എൻ്റെ ഒപ്പം ഉണ്ട്. അവര് നല്ല സപ്പോർട്ടാണ്. അതേപോലെ തന്നെ വീട്ടുകാരും നല്ല സപ്പോർട്ടാണ്. അതേപോലെ നാട്ടുകാരും എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ആർട്ടിസ്റ്റുകളെ കുറിച്ച് പറയാനില്ല, അവര് എല്ലാത്തിനും എന്നോടൊപ്പം തന്നെയുണ്ട്. അങ്ങനെയാണ് ഞാനത് കണ്ടിന്യൂ ചെയ്തത്. ആദ്യത്തെ സീസണിന്റെ സമയത്താണ് സംഭവിച്ചത്. ഒരു 40 ദിവസം കഴിഞ്ഞപ്പോ തന്നെ ഞാൻ പ്രോഗ്രാം എടുത്ത് ചെയ്തു തുടങ്ങി. ആദ്യത്തെ സീസണിൽ പ്രോഗ്രാം കുറവായിരുന്നു. പിന്നെ ട്രൂപ്പ് നിന്നു പോയി എന്നുള്ളൊരു ഇത് വന്നിരുന്നു. മറ്റുള്ളവരങ്ങനെ പറഞ്ഞങ്ങനെ ഇതായി. പിന്നെ ഞാൻ എല്ലാവരും പോയി കണ്ട്, ഞങ്ങൾക്ക് ഏജൻസി അസോസിയേഷനുകളുണ്ട്, അവരെ പോയി കണ്ടു, ഏജൻസികളെ പോയി കണ്ടു, എല്ലാവരും പോയി കണ്ട്. പിന്നെ പിന്നത്തെ സീസൺ ആയപ്പോഴത്തേക്കും എനിക്ക് പ്രോഗ്രാം വന്നു തുടങ്ങി. അങ്ങനെ പിന്നത്തെ സീസൺ സെലിബ്രിറ്റികളെ കുറിച്ച് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ കഴിഞ്ഞ സീസണിൽ തന്നെ ഒരു 7 സെലിബ്രിറ്റികളെ വെച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് അതിലൊക്കെ ഭയങ്കര അഭിമാനമാണ് തോന്നുന്നത്. കാരണം എന്നെ കൂടി ഇത്രയും ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്നുള്ളതിൽ അഭിമാനം. അതെന്റെ ആർട്ടിസ്റ്റുകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് കേട്ടോ. ആർട്ടിസ്റ്റുകളെല്ലാവരും നല്ല സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഞാൻ ഈ ഗോൾഡൻ ബീറ്റ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ശരി, സൈമൺ ചേട്ടനിലേക്ക് കൂടെ ഒന്ന് പോവാണ്. സൈമൺ ചേട്ടൻ സുരേഷ് ചേട്ടന്റെ സുഹൃത്താണ്. ഇപ്പോ അതെ, ഗോൾഡൻ ബീറ്റ്സിൽ വന്നിട്ട് എത്ര നാളായി? എന്താണ് ശ്രീ ചേച്ചിയെ കുറിച്ച് പറയാനുള്ളത്? ഞാൻ അങ്ങനെ ചോദിക്കുന്നത്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എല്ലാവരും ഒന്ന് തട്ടി നിൽക്കാവുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു ശ്രീ ചേച്ചി ഉണ്ടായിരുന്നത്. പക്ഷെ ആർജവത്തോടെ മുന്നോട്ട് പോയി. ആദ്യമേ തന്നെ സുരേഷുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു ഗായകൻ എന്നുള്ള രീതിയിലും, ഒരു കമ്പോസർ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലും, ഒരു ട്രൂപ്പ് ഓണർ എന്നുള്ള രീതിയിലും ഞാൻ ആദ്യമേ തൊട്ട് പരിചയക്കാരനാണ്. അദ്ദേഹത്തിന്റെ മരണം പെട്ടെന്നായിരുന്നു. അദ്ദേഹത്തിന് ഒരു പകരക്കാരനായിട്ടാണ് ഞാൻ ഗോൾഡൻ ബീറ്റ്സിൽ വരുന്നത്. പക്ഷെ ഗോൾഡൻ ബീറ്റ്സിന്റെ എല്ലാ കാര്യങ്ങളും എന്നോട് ഷെയർ ചെയ്യാറുണ്ടായിരുന്നു. ഞാൻ ആ ട്രൂപ്പിൽ എല്ലാം അംഗമായിരുന്നില്ലെങ്കിൽ കൂടിയും പരസ്പരം ഷെയർ ചെയ്യാറുണ്ട്. പല ഇൻസ്ട്രുമെന്റുകളും ഞാൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു അടുത്ത ബന്ധം എനിക്ക് സുരേഷുമായിട്ടുണ്ടായിരുന്നു. സുരേഷിന്റെ ഭരണശേഷമാണ് ഞാൻ ആ ട്രൂപ്പിലേക്ക് വരുന്നത്. അതിനുശേഷമാണ് ഈ കലാകാരന്മാരെല്ലാവരും ഒരു അസന്നിഗ്ധ ഘട്ടത്തിലായിരുന്നു. ഇനി എന്താവും ട്രൂപ്പ് എന്നുള്ള രീതിയിൽ. അതിന്റെ ഇടയ്ക്ക് തന്നെ ട്രൂപ്പ് നിന്നുപോയി എന്നുള്ള ചിലവര്, പിന്നെ അത് ഇനി കൊണ്ടുപോകില്ല എന്നുള്ള രീതിയിൽ, അങ്ങനെയുള്ള ഒരു അവസ്ഥയില് ശ്രീജ അത് ധൈര്യമായിട്ട് ഏറ്റെടുത്തു എന്നുള്ളതാണ് ഒരു അഭിനന്ദനകരമായ ഒരു കാര്യം. ശ്രീജ അത് ഏറ്റെടുത്തെന്ന് മാത്രമല്ല, എല്ലാ കലാകാരന്മാരെയും, നമ്മുടെ സൗണ്ട് ഓപ്പറേറ്റേഴ്സ്, അൻസു, അങ്ങനെ മാനേജർമാരുമായിട്ടും എല്ലാവരുമായിട്ട് സിങ്ക് ചെയ്ത് ഇതിനെ ഒരുമിച്ച് കൊണ്ടുപോകും എന്നുള്ളൊരു ധാരണ വ്യക്തമായതോടുകൂടി എല്ലാവരും ട്രൂപ്പിനോട് സഹകരിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ കലാകാരന്മാരെല്ലാവരും ശ്രീജയ്ക്ക് പൂർണ്ണമായിട്ട് സപ്പോർട്ട് കൊടുത്തു അത് മാത്രമല്ല, ഞങ്ങളോടും വളരെ സഹകരിച്ച് ഞങ്ങളുടെ ഒരു അന്നമാണ് നിന്ന് പോകുന്നത്. അതിന് പകരമായിട്ട് അതിനൊന്നും ഇടവരുത്താതെ
ശ്രീജയുടെ ജോലി തിരക്കിനിടയിലും ശ്രീജ ഒരു സുംബ ട്രെയിനറും എല്ലാം ഒക്കെ ആണെങ്കിലും ഞങ്ങളുടെ എല്ലാ പരിപാടിക്കും ശ്രീജ ഞങ്ങളുടെ കൂടെ വരും. ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പൊ എല്ലാ ഡീലിങ്ങും എല്ലാം നടത്തി ട്രൂപ്പിനെ എങ്ങനെ നീക്കണമെന്ന് ശ്രീജ ധൈര്യപൂർവ്വം തെളിയിച്ചു കൊടുത്തു. എന്റെ അനുഭവത്തിൽ തന്നെ ആരോ ഒരാൾ പറയുന്നത് ഞാൻ കേട്ടു, ശ്രീജയെ സുരേഷ് എങ്ങനെ കൊണ്ടുപോയോ അതിനൊപ്പമോ അതിനിത്തിരി ഉയർന്ന രീതിയിൽ ഇപ്പൊ ട്രൂപ്പ് പോകുന്നുണ്ട് എന്നുള്ളത് ശ്രീജയോട് പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ വളരെ ഭംഗിയായിട്ടാണ് ശ്രീജ അത് കൊണ്ടുപോകുന്നതും ഇതിന്റെ പോക്കും നല്ല വ്യക്തമായ ധാരണയോട് കൂടിയാണ് ശ്രീജ ഞങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി ശരി ശ്രീജ ചേച്ചി, അവിടെയാണ് എൻ്റെ ഒരു ചോദ്യം. നമുക്ക് നമ്മുടെ ജീവിത പങ്കാളി ചിലപ്പോൾ നമ്മൾ രണ്ടും ഒരു ഫീൽഡിലായിരിക്കില്ല, പലപ്പോഴും അങ്ങനെ ആയിരിക്കില്ല. നമുക്ക് ആ ഫീൽഡിനെ കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടാകില്ല, എല്ലാ കാര്യങ്ങളൊന്നും നമ്മളോട് പറയാറുണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് നല്ല ബോധ്യം ഉണ്ടാകില്ല. അവിടെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ, ആരും നമ്മളിങ്ങനെ പ്രതീക്ഷിക്കുന്നതല്ലല്ലോ ഇതൊന്നും, പെട്ടെന്ന് നമ്മളെ വിട്ടുപോകുമെന്നോ അല്ലെങ്കിൽ ഇനിയുള്ള ഉത്തരവാദിത്വം നമ്മുടെ ചുമലിലേക്ക് വരുമെന്നോ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഒരു സുപ്രഭാതത്തിൽ നമ്മളത് ചെയ്യേണ്ടി വരുന്നു. ഈ ട്രൂപ്പിനെ കുറിച്ചും അതിന്റെ നടത്തിപ്പിനെ കുറിച്ചും ഒക്കെ നേരത്തെ സുരേഷ് ഏട്ടൻ പറയുമായിരുന്നു. എങ്ങനെയാണ് ആ ഒരു ധൈര്യം കിട്ടിയത്? ധൈര്യം എന്ന് വെച്ചാൽ ഞാൻ ചേട്ടന്റെ ഒപ്പം പ്രോഗ്രാമുകൾക്ക് ഇടയ്ക്ക് പോകാറുണ്ട്. പക്ഷെ അത് കാണാൻ പോകുന്നത് വല്ല എക്സ്പോ ഒക്കെ നടക്കുന്ന സമയത്ത് അവിടെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണാൻ വേണ്ടി മാത്രമാണ്. പ്രോഗ്രാം ഒന്നും കാണാൻ നിൽക്കാറില്ല. പിന്നെ ആള് വീട്ടിലിരുന്ന് നമ്മൾ പ്രോഗ്രാം എടുക്കുന്നത്, ഓഫീസിലേക്ക് ഇരുന്ന് പ്രോഗ്രാം എടുക്കുന്ന രീതികളൊക്കെ കണ്ട് പരിചയമുണ്ട്. അപ്പൊ അങ്ങനെയാണ്. പിന്നെ ചേട്ടന്റെ അടുത്ത് പറയായിരുന്നു, നമുക്ക് സൗണ്ട് ഉണ്ടായിരുന്നു, സൗണ്ട് സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പൊ എന്നോട് പറയും, ഏതൊരു സ്ഥലത്ത് ഒരു സ്ത്രീ ഒറ്റയ്ക്കാണ് സൗണ്ട് എടുക്കുന്നത്, അപ്പൊ മോളും അതേപോലെ ഒന്ന് കൊണ്ട് നടന്നൂടെ എന്നൊക്കെ പറയായിരുന്നു. ഞങ്ങൾക്ക് ഈ ഇത് സംഭവിക്കുന്ന സമയത്ത് സൗണ്ട് അസോസിയേഷന്റെ ഒരു പൊതുസമ്മേളനം നടക്കാൻ പോവുകയായിരുന്നു. ആ സമയത്തായിരുന്നു ഇത് സംഭവിച്ചത്. അപ്പൊ അന്ന് എന്റെ അടുത്ത് പറഞ്ഞിരുന്നു, ശ്രീജ എന്തായാലും അവിടെ വരണം, എല്ലാവരും പരിചയപ്പെടണം, അതിലേക്ക് ഒന്ന് സജീവമായിട്ട് ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അതൊക്കെ എന്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്താ പറയാ, എനിക്കത് വിട്ട് കളയാൻ തോന്നിയില്ല. പക്ഷെ എന്നെ പലരും പിന്തിരിപ്പിക്കാൻ നോക്കിയിരുന്നു, പലരും പല കുറ്റങ്ങളും പറഞ്ഞിരുന്നു. ഇപ്പോഴും നമ്മളെ തളർത്തുന്നവരുണ്ട് കേട്ടോ. പക്ഷെ ഞാനതൊന്നും മൈൻഡ് ചെയ്യാതെ, എന്നോടൊപ്പം ആർട്ടിസ്റ്റുകളുണ്ട്, അതാണ് എന്റെ ഏറ്റവും വലിയ ധൈര്യം. എന്റെ ഏറ്റവും വലിയ ബലം എന്ന് പറയുന്നത് എന്റെ ആർട്ടിസ്റ്റുകൾ തന്നെയാണ്. അതുപോലെ ഞാൻ ഒരു ഹെൽത്ത് ക്ലബില് ന്യൂ ലൈഫ് സ്റ്റൈൽ കൊടുങ്ങല്ലൂര് അവിടെ ട്രെയിനറാണ്. അവരെനിക്ക് നല്ല സപ്പോർട്ടാണ്. അവിടുത്തെ സെലിനാണ് ഇത് നടത്തുന്നത്, സെലിനും നഷബാനും. അവരുടെ കൂടെ ഒരു സപ്പോർട്ടും കൊണ്ടാണ് എനിക്ക് പ്രോഗ്രാം ഇതും കൂടെ ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റുന്നത്. പിന്നെ എനിക്ക് എല്ലാവരും വീട്ടുകാരും നല്ല സപ്പോർട്ട് തന്നെയാണ്. ഞാൻ പക്ഷെ തളർന്നിരുന്നില്ല. എനിക്ക് ആദ്യം എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു, എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അറിയില്ലായിരുന്നു. പിന്നെ അനിയനും ഉണ്ട് കൂടെ, അനിയനും ശൈലേഷിന്റെ മകനും ഉണ്ട് കൂടെ. കണ്ണന്റെ വൈഫ് ഭാഗ്യലക്ഷ്മി, അവരും നമ്മുടെ കൂടെ ഉണ്ട്. എല്ലാവരുടെ സപ്പോർട്ടോടു കൂടി തന്നെ ഞാൻ മുന്നോട്ട് പോകുന്നത്. എനിക്ക് അതിൽ വളരെയധികം ഇത്ര നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നതിൽ എനിക്ക് വളരെ എന്താ പറയാ അഭിമാനമുണ്ട്. എനിക്ക് ഇത്ര ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, ഇത്ര പേരെ എനിക്ക് നോക്കാൻ പറ്റുന്നുണ്ടല്ലോ, ഒരു 30 പേര് എന്റെ കൂടെയുള്ളവരെ എനിക്ക് നോക്കാൻ പറ്റുന്നുണ്ടല്ലോ. എല്ലാവരും എന്നോട് നല്ല സപ്പോർട്ടോടു കൂടി തന്നെയാണ് കൊണ്ടുപോകുന്നത്. ഞാൻ തളർന്നിരുന്നില്ല, ധൈര്യത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട്. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ ആ ഒരു സീസൺ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതെല്ലാം മാറി. കാരണം എല്ലാവരും എനിക്ക് ധൈര്യം തന്നിരുന്നു, എല്ലാവരും എൻ്റെ ഒപ്പം ഉണ്ടെന്നുള്ള ഒരു ധൈര്യം തന്നിരുന്നു. തീർച്ചയായിട്ടും സൈമൻ ചേട്ടാ, ശ്രീ ചേച്ചിയുടെ ഒരു വിജയം എന്ന് പറയുമ്പോൾ നിങ്ങളുടെയും കൂടിയാണ്. കാരണം ഈ പറഞ്ഞ പോലെ പലരും ആ സമയത്ത് തളർത്താൻ ഒരുപാട് പേരുണ്ടാകും, പക്ഷെ വളർത്താൻ വളരെ കുറച്ച് പേരെ ഉണ്ടാവുകയുള്ളൂ. നേരത്തെ താങ്കൾ പറഞ്ഞു ഞങ്ങളുടെ അന്നമാണ് എന്ന് പറഞ്ഞു. ആ 30 പേര് അല്ലെങ്കിൽ അത്രയും ആളുകളുടെ അവരെ ആശ്രയിച്ച് കഴിയുന്ന കുടുംബം, അതൊക്കെ പെട്ടെന്ന് അവരെന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന സമയത്ത് ഒരുമിച്ച് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് എടുക്കുന്ന ഒരു ഡിസിഷൻ എടുക്കാൻ ഒരാളുണ്ടാകുന്നു, സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ എല്ലാവരും കൂടി ഉണ്ടാകുന്നു. ആ ഒരു സമയത്തെ തീരുമാനം ഇതൊക്കെ ഒന്ന് ഓർത്താൽ എങ്ങനെയായിരുന്നു? അല്ല, ഞാൻ വരുമ്പോൾ അത് ആദ്യത്തെ സുരേഷ് മരിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ ഒരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാം അടുത്ത ദിവസങ്ങളിലാണ്. അപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയാൻ സുരേഷിന് പകരക്കാരനായിട്ട് ഞാൻ വരുന്നു. അപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയാനായിട്ട് ഇപ്പൊ ശ്രീജ ആ സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുന്നു. പക്ഷെ അതിനുശേഷം ശ്രീജ ഈ കാര്യങ്ങളെല്ലാം ഓവർകം ചെയ്തതിനു ശേഷം ശ്രീജ അതിനകത്ത് വ്യക്തമായ ഇടപെടലുകൾ നടത്തി ആ ട്രൂപ്പിനെ മുന്നോട്ട് നയിക്കാനായിട്ട് ധൈര്യപൂർവ്വം മുന്നോട്ട് ഇറങ്ങി. ആദ്യം എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിന്നെങ്കിലും പിന്നെ അത് പെട്ടെന്ന് ഒരു തീരുമാനമെടുത്ത് അതിന്റെ കൂടെ നിന്നു. വീട്ടുകാരുടെ സപ്പോർട്ടോടും കൂടെ നിന്ന്. ഇതിന് ഏറ്റവും രസം എന്ന് പറയാനായിട്ട് ഇവിടെയുള്ള പല കലാകാരന്മാരുടെയും
ആദ്യ കളരിയായിരുന്നു ഗോൾഡൻ ബീറ്റ്സ്. ഉം. ഒരു കണക്കെടുത്തു കഴിഞ്ഞാൽ ഒത്തിരി കലാകാരന്മാർ വളർന്നു വന്നത് ഈ ഗോൾഡൻ ബീറ്റ്സ് എന്ന ട്രൂപ്പിലൂടെയാണ്. അത് പലരും അംഗീകരിക്കുന്ന ഒരു സത്യം തന്നെയാണ്. അങ്ങനെയുള്ള ഒരു ട്രൂപ്പിന്റെ ഒരു 30 വർഷത്തെ ജൈത്രയാത്ര ഇപ്പോഴും തുടരാനായിട്ട് എനിക്ക് തോന്നുന്നത് കേരളത്തിലെ അപൂർവം ട്രൂപ്പ് മാത്രമേ ഉള്ളൂ. ഒരു വനിത നയിക്കുന്ന ഒരു ഗാനമേള ട്രൂപ്പ് എന്ന് പറയാനായിട്ട് ഉള്ളതിലൊരു 1, 2, 3 ട്രൂപ്പുകളിൽ ഉള്ളതില് അതിലൊന്ന് ശ്രീജയാണ്. പക്ഷെ ബാക്കിയുള്ളത് പോലെയല്ല, ശ്രീജ കംപ്ലീറ്റ് ഇൻവോൾവ്ഡ് ആണ്. ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ ആ പ്രോഗ്രാം സ്ഥലത്ത് വന്നിരിക്കും. അങ്ങനെയുള്ള കംപ്ലീറ്റ് ആറ്റിറ്റ്യൂഡും അതിനു വേണ്ടി തന്നെ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ശ്രീജയുടെ ജോലി സംബന്ധമായ കാര്യങ്ങളിലും ഒരുപോലെ, അതായത് ഇപ്പൊ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് വെളുപ്പിനാണ് എത്തണമെങ്കിലും ശ്രീജ ആ വെളുപ്പിന് കുറച്ച് ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ശ്രീജ അപ്പൊ തന്നെ ജോലിക്ക് പോകും. അത് അപൂർവം പേർക്കേ പറ്റുള്ളൂ. ഒരു ചിട്ടയായ ജീവിതവും ഒരു മനസാന്നിധ്യവും ശ്രീജയ്ക്കും ഉണ്ട്. അത് തന്നെയാണ് ശ്രീജയുടെ വിജയവും ഈ ട്രൂപ്പിന്റെ വിജയവും. നമ്മൾ ഭയങ്കര കോമ്പറ്റീഷനുള്ള ഒരു മേഖലയിലാണ് നിൽക്കുന്നത്. നമുക്കറിയാം, പലർക്കും സ്വന്തമായിട്ട് ബാൻഡൊക്കെ ഗായകർ തന്നെ കൊണ്ടുവന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഗാനമേളയൊക്കെ പല സമയത്തും കുറഞ്ഞ് വന്ന ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഒരു പേടിയൊക്കെ നമുക്ക് തന്നെ, ഗാനമേള ആരാധകർക്ക് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അതിലൊന്നും പകച്ചില്ല, മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങളുടെ ടാഗ് ലൈനിൽ, ഇന്നലെ മുളപൊട്ടിയ ഒരു ടീമല്ല, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കൂ എന്നുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ ചേച്ചി. അതെവിടെ നിന്നാണ് കിട്ടിയത്? അതെനിക്ക് കിട്ടിയത് സന്ധ്യയിൽ നിന്നാണ്. സന്ധ്യനെ അറിയായിരിക്കും. തീർച്ചയായിട്ടും. ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു, FB പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പൊ ആ പോസ്റ്റ് എടുത്തിട്ട് അതിന്റെ കൂടെ അതും കൂടി ചേർത്തിട്ട് പോസ്റ്റ് ചെയ്തതാണ്. അത് ചേച്ചിയെ നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് കൂടി ആയിരിക്കും അല്ലേ? അതെ. അവിടെ ആളെ ഇവിടെ ജിമ്മിൽ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ പരിചയമാണ്. നമുക്ക് അങ്ങനെ കിട്ടുന്ന ഒരു കൂട്ടായ്മയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു സുഹൃത്തിൽ നിന്നോ ഒക്കെ കിട്ടുന്ന ഒരു ഊർജം വളരെ വലുതല്ലേ ഈ ഒരു സമയത്ത്? അതെ. ആള് നല്ല പോസിറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആളാണ്. ഓക്കെ. സൈമൺ ചേട്ടാ, ഈ ചോദ്യം ഞാൻ താങ്കളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു ബലം എന്താണ്? ഞാൻ പറഞ്ഞ പോലെ വളരെ കോമ്പറ്റീഷൻ ഉള്ളൊരു ഫീൽഡാണ്. നമ്മൾ പണ്ടൊക്കെ മുക്കിന് ഗാനമേളകൾ ഉണ്ടായിരുന്നെങ്കിൽ അത് കുറഞ്ഞു വന്നൊരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ കൊച്ചിൻ ഗോൾഡൻ ബീറ്റ്സ് ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നു, ഗംഭീരമായി മുന്നോട്ട് പോകുന്നു. ഇതിന്റെ പ്രത്യേകത എന്ന് പറയാനായിട്ട് എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും. പല ട്രൂപ്പുകളിലായാലും പല പല പ്രശ്നങ്ങളും ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ ഞങ്ങളുടെ ട്രൂപ്പിനെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് അഭിമാനപൂർവ്വം പറയാം, ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഓണറിനോടും ശ്രീജയോടും ആ ട്രൂപ്പിനോടും ഒപ്പം ചേർന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത്. അതിപ്പോ പല ഏജന്റുമാരും ഞങ്ങളോട് ശ്രീജയോട് പറയാറുണ്ടെന്ന് പറയണ കേട്ടാ, നിങ്ങൾ ഭയങ്കര ഐക്യമാണ്, നിങ്ങളുടെ ഒരു ഒത്തൊരുമയോട് കൂടിയാണ് പോണതെന്നൊക്കെ ശ്രീജയോട് പറയാറുണ്ടെന്ന് പറഞ്ഞാൽ, അതിനെല്ലാം കാരണം ശ്രീജ തന്നെയാണ്. ഞങ്ങൾ ഒരുമിച്ച് ഒരു പക്ഷാഭേദവും ഇല്ലാതെ എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമൊന്നുമല്ല. പല ആണുങ്ങൾക്ക് പോലും സാധിക്കാറില്ല. പല ട്രൂപ്പിലും ഈ ബഹളങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു കോമ്പറ്റീഷൻ ഫീൽഡിൽ തന്നെ നമ്മളുടെ മികവും കൂടി തെളിയിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയും വേണം. അത് രണ്ടും നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. നേതൃതലത്തിൽ ഒരു വനിതയാണെന്നുള്ളതിന്റെ കുറെ അഡ്വാൻറ്റേജും ഉണ്ടല്ലേ? പിന്നെ തീർച്ചയായിട്ടും ഉണ്ട്. നമ്മൾ ഈ കുടുംബത്തിലൊക്കെ ആണെങ്കിലും നമ്മുടെ വഴക്കും കാര്യങ്ങളും ഒക്കെ തീർക്കുന്നത് അമ്മമാരൊക്കെ ആയിരിക്കുമല്ലോ, അല്ലെങ്കിൽ ചേച്ചിമാരൊക്കെ ആയിരിക്കുമല്ലോ അല്ലെ? അച്ഛനൊക്കെ ചിലപ്പോൾ ഒരു മുൻചുണ്ടിക്കാരനൊക്കെ ആയിരിക്കും. നമ്മൾ കണ്ടിട്ടുള്ള നമ്മുടെ ഒരു രീതി അങ്ങനെയാണ്. പക്ഷെ ഒരു സ്ത്രീ വരുമ്പോൾ ഒരു ഈ പറഞ്ഞ പോലെ എല്ലാം ഒന്ന് ക്രോഡീകരിച്ച് കൊണ്ടുപോകാൻ ഒരു മികച്ച ഒരു സംഘാടകയാകാനൊക്കെ ശ്രീ ചേച്ചിക്ക് കഴിഞ്ഞു. തീർച്ചയായിട്ടും സാധിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ അധികം പ്രശ്നങ്ങൾ ഉണ്ടാകാറുമില്ല. കാരണം അതിനെ അങ്ങനെയാണ് കൊണ്ടുപോകുന്നത്, അങ്ങനെയാണ് ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പൊ അങ്ങനെ വലിയ പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല. ശ്രീ ചേച്ചി, നമ്മള് ഈ ബുക്കിങ്ങിന്റെ കാര്യമൊക്കെ ഞാൻ ചോദിക്കുകയായിരുന്നു. അതിന്റെ എല്ലാ കാര്യങ്ങളും ഒന്നിച്ചാണ് ഒറ്റയ്ക്കാണോ ചെയ്യുന്നത്? നേരത്തെ കുറച്ചു പേരുടെ പേരൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആരൊക്കെയാണ് സഹായത്തിനുള്ളത്? ബുക്കിങ്ങിന്റെ കാര്യങ്ങൾ ഈ കോമ്പറ്റീഷനുള്ള മേഖലയിൽ എന്തൊക്കെ പുതുമകളൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്? പുതുമകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എല്ലായിടത്തും ലൈറ്റ് LED വാള് അതൊക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അതേപോലെ ഇപ്പൊ കർട്ടനൊക്കെ മാറി മറ്റേ LED ലൈറ്റ് ഒക്കെ വെച്ചിട്ടാണ് ഇപ്പൊ ചെയ്യുന്നത്. അപ്പൊ നമ്മള് കാലത്തിനനുസരിച്ച് മുന്നോട്ട് പോകണമല്ലോ. അപ്പൊ നമ്മള് ആ ഒരു ഇതിൽ കൂടിയാണ് ഇപ്പൊ കടന്നു പോകുന്നത്. അതേപോലെ തന്നെ നമ്മുടെ സ്റ്റേജ് മാനേജ്മെന്റ് നമ്മളാണോ ചെയ്യുന്നത്? സ്റ്റേജ് നമുക്കിപ്പോ പ്രോഗ്രാം സ്ഥലത്ത് സ്റ്റേജ് അവർ തരും, ബാക്കി സൗണ്ടും എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്യും. ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാണ്, സൗണ്ടിനോടൊപ്പം നല്ല ലൈറ്റും വീഡിയോകളൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്.
അത് നമ്മൾ തന്നെയാണ് ചെയ്യണത്. നമ്മള് ചിലപ്പോ അവര് ടീം തന്നെ അറേഞ്ച് ചെയ്യും, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ അറേഞ്ച് ചെയ്യും. LED വാളൊക്കെ ഇട്ട് ചെയ്യണത്. അപ്പൊ കുറെ ആളുകളുമായിട്ട് സംസാരിക്കേണ്ടി വരും അല്ലേ? പല പല ഓ സാഹചര്യങ്ങൾ. അല്ല, പല 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 സാഹചര്യം, പല സ്ഥലങ്ങൾ, എല്ലായിടത്തും പോകേണ്ടി വരും. ആ പല ടൈപ്പിലുള്ള ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ്. നമ്മൾ ഈ കമ്മിറ്റിക്കാരുടെ കോമഡി ഒക്കെ കാണുമ്പോൾ അല്ലെ, നന്നായിട്ട് പാടിയില്ലെങ്കിൽ കമ്മിറ്റിക്കാർ പിടിച്ചു വെക്കുന്ന കോമഡി ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഗാനമേളയൊക്കെ ഒരുപാട് കോമഡി സ്കിറ്റിലൊക്കെ എടുത്തിട്ടുള്ളതാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ തമാശ അല്ലെങ്കിൽ മനസ്സിൽ ഓർക്കുന്ന ചിരി വരുന്ന, സന്തോഷം വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. നമ്മളുടെ ഇപ്പൊ നമ്മളുടെ പ്രോഗ്രാമിൽ തന്നെ ഒരു കോമഡി പോലെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരു നാടൻ പാട്ട് വരുന്നത് അതേപോലെ ഒരു കോമഡി പോലെയാണ് വരുന്നത്. അപ്പൊ ആർക്കും ഓഡിയൻസിന് അത് മനസ്സിലാകില്ല. കാരണം ഒരു പാട്ട്, ഒരു പ്രോഗ്രാമിന്റെ ഒരു പകുതി പാട്ട് കഴിയുമ്പോൾ ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് നമ്മുടെ നാടൻ പാട്ട് പാട്ടുന്ന പയ്യൻ ഒരു കുടിയന്റെ വേഷത്തിലാണ് വരുന്നത്. അപ്പൊ അത് പക്ഷെ ഓഡിയൻസിന് അറിയില്ലല്ലോ, നമ്മുടെ കൂടെയുള്ള ആളാണെന്ന് അറിയില്ല. അപ്പൊ അവര് വന്നിട്ട്, കമ്മിറ്റിക്കാരൊക്കെ വന്നിട്ട് അടിച്ചിട്ടൊക്കെ ഉണ്ട്. കഴിഞ്ഞ സീസണിൽ തന്നെ. അത് ഭയങ്കര രസമാണ്, കോമഡിയാണ് അത്. ഡ്രാമയാണ് കളിക്കുന്നത്, പക്ഷെ അവർക്ക് അറിയില്ല അത്. അതുകൊണ്ട് അയാൾക്ക് അടി കിട്ടും. ഇപ്പൊ തന്നെ ഞങ്ങൾ അതായിരുന്നു. ഇപ്പൊ ഈ 2-3 സ്റ്റേജില് കമ്മിറ്റിക്കാരുടെ അടുത്ത് ചെന്ന് പറയും, ഇങ്ങനെ നമ്മൾ ചെയ്യണതാണ് കേട്ടോ എന്ന് പറയും. നിർത്തിയല്ലേ, അല്ലെങ്കിൽ അടി കിട്ടും. അല്ല, ചില സ്ഥലത്ത് ഞങ്ങൾ പറയും, ചില സ്ഥലത്ത് പറയാറില്ല. ആളുകളെ നോക്കിയിട്ടാണ് അത്. സൈമൻ ചേട്ടാ, രസകരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ എന്താണ് ഉണ്ടായിട്ടുള്ള ഗോൾഡൻ ബീറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം? സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളുടെ ട്രൂപ്പിന്റെ ജേണി തുടങ്ങി ഞങ്ങളെല്ലാവരും വളരെ ഒരു മറക്കാത്ത അനുഭവമായി. ഞങ്ങൾക്കൊരു എല്ലാ പ്രോഗ്രാമും ഞങ്ങൾക്കൊരു ട്രിപ്പ് പോലെയാണ്. അത് ഞങ്ങളുടെ ഏത് കലാകാരന്മാരോട് ചോദിച്ചാലും അറിയാൻ പറ്റും. ഞങ്ങൾ പോകുന്നത് ഒരു നല്ലൊരു ട്രിപ്പ് പോകുന്നത് പോലെയാണ് ഞങ്ങൾ പ്രോഗ്രാം സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് അവിടെ ചെന്നിട്ടാണെങ്കിലും നമ്മളുടെ ഓരോ പ്രോഗ്രാം, ഈ പറഞ്ഞ പോലെ കൃഷ്ണദാസ് ഞങ്ങളുടെ പാട്ടുകാരനെയൊക്കെ പല സമയത്തും അടി കിട്ടുമോ, ഞങ്ങൾ അവൻ അകത്ത് നിന്ന് ഇന്ന് കിട്ടും എന്നൊക്കെ അങ്ങനെയൊക്കെ ഒത്തിരി ഞങ്ങള് വിചാരിക്കും അവന്റെ ആക്ഷനൊക്കെ കാണുമ്പോ. പക്ഷെ അതുപോലെ ഒത്തിരി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക്. ശരി ശ്രീജിജി, ഈ പറഞ്ഞ പോലെ പുതുമകൾ നമ്മളിങ്ങനെ കൊടുത്തോണ്ടേ ഇരിക്കണം. അത് പാട്ടുകാരുടെ സെലക്ഷൻ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ അറിയുന്ന മുഖങ്ങൾ ഒക്കെ ആളുകൾ ഒരുപാട് ആവശ്യപ്പെടും അല്ലേ? ഇപ്പൊ സെലിബ്രിറ്റീനെ ചോദിക്കുന്നത്, ഇപ്പൊ ഐഡിയ സ്റ്റാർ സിംഗർ വന്ന കുട്ടികളെ ചോദിക്കാറുണ്ട്. ഇപ്പൊ കഴിഞ്ഞ സീസൺ ദുർഗേനെ വെച്ചിട്ട് ഞാനൊരു 4 ചെയ്തിരുന്നു. ദുർഗ വിശ്വനാഥനെ വെച്ചിട്ട് ചെയ്തിരുന്നു, ശ്രീഹരിനെ വെച്ചിട്ട് ചെയ്തിരുന്നു, ജോബിനെ വെച്ചിട്ട് ചെയ്തിരുന്നു. അങ്ങനെ സിദ്ധീഷ്, അങ്ങനെ കുറെ പേരെ വെച്ചിട്ട് അങ്ങനെ ചെയ്തിരുന്നു. അപ്പൊ ഓരോ കമ്മിറ്റിക്കാര് പലർക്കും പല ഇഷ്ടങ്ങളാണല്ലോ. അപ്പൊ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ. അപ്പൊ അതനുസരിച്ച് അവര് പറയും, അപ്പൊ നമ്മൾ അതനുസരിച്ച് അറേഞ്ച് ചെയ്യും. നമുക്ക് ഈ സുരേഷ് ചേട്ടൻ പെട്ടെന്ന് ഇങ്ങനെ പോയപ്പോ സാമ്പത്തികമായിട്ട് ആദ്യം ഒരു ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിരുന്നോ? സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ സീസൺ കഴിഞ്ഞപ്പോ പിന്നെ അതിനോടൊപ്പം തന്നെ കൊറോണ വന്നു, വെള്ളപ്പൊക്കം വന്നു. അപ്പൊ ആ സമയത്തൊക്കെ ഞങ്ങൾ പ്രോഗ്രാം ഒന്നും ഇല്ലാതെ ഞങ്ങള് എല്ലാവരും വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പൊ ആ സമയത്ത് സാമ്പത്തികമായിട്ട് ഭയങ്കരമായിട്ട് പെട്ടുപോയിരുന്നു. ചേട്ടൻ എന്റെ ഇത് കഴിഞ്ഞതിന് ശേഷം സാമ്പത്തികമായിട്ട് ഇതായിട്ട് പിന്നെ അതിൽ നിന്നൊക്കെ റിക്കവർ ചെയ്ത് ഇങ്ങനെ പോന്ന്. പിന്നെ അപ്പോഴാണ് പിന്നെ വെള്ളപ്പൊക്കവും കൊറോണയൊക്കെ വന്നത്. അപ്പോഴും അതിലും പെട്ടുപോയിരുന്നു. അപ്പൊ ഞങ്ങള് വലിയ വണ്ടികളൊക്കെ വെറുതെ കിടക്കുകയായിരുന്നു, സൗണ്ട് വെട്ടി വലിയ ബസ് അങ്ങനെയൊക്കെ വെറുതെ കിടക്കുകയായിരുന്നു. പിന്നെ അതിന്റെ പണിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറച്ച് കാശ് അങ്ങനെയും. അതെ അതെ. സൈമൻ ചേട്ടാ, അതുകൊണ്ട് ഞാൻ പറഞ്ഞ കൂട്ടായ്മ അത് വലിയ ഒരു കാര്യം തന്നെയാണ്. നമ്മള് ഈ ബുദ്ധിമുട്ടി നിൽക്കുമ്പോഴത്തേക്കും ഈ ട്രൂപ്പ് വിട്ട് വേറെ എങ്ങോട്ടെങ്കിലും ഒക്കെ പോകണം എന്ന് ചിന്തിക്കാതെ നമുക്ക് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ഉയർത്തിക്കൊണ്ട് വരണം എന്ന് ചിന്തിച്ച് എല്ലാവരും കൂടെ നിന്നത് കൊണ്ടാണല്ലേ. ആ അവസ്ഥയൊക്കെ ഒന്ന് പറയാമോ? സുരേഷ് ചേട്ടൻ, പ്രത്യേകിച്ച് സൈമൻ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഈ സുരേഷ് ചേട്ടൻ അത്രയും അടുത്തൊരു ഫ്രണ്ടും കൂടെ ആയതുകൊണ്ടും ട്രൂപ്പിനെ കുറിച്ച് നന്നായ ധാരണ ഉണ്ടായിരുന്നത് കൊണ്ടും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു? അത് വ്യക്തമായെന്ന് പറഞ്ഞാല്, ഞാന് ഈ ട്രൂപ്പുമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ജോയിൻ ചെയ്യുന്നത് സുരേഷിന്റെ ആബ്സെൻസിലാണ്. ഞാൻ സുരേഷ് കൈകാര്യം ചെയ്തിരുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ഞാൻ വായിക്കുന്നത്. പക്ഷെ അതിക്ക് മുമ്പ് ഈ വായിക്കുന്നത് പ്രേക്ഷകർക്ക് അത് അറിയാനൊക്കെ ആഗ്രഹം ഉണ്ടാവും. ഞാൻ റിതം പ്രോഗ്രാമറാണ്. സുരേഷും റിതം പ്രോഗ്രാമർ ആയിരുന്നു. അദ്ദേഹം ഗായകനും കൂടിയായിരുന്നു. നന്നായിട്ട് ഓഡിയൻസിനെ ഇളക്കി മറിച്ചിരുന്ന ഒരു തമിഴ് ഗായകനായിരുന്നു. അതെ അതെ അതെ. അതിനോടൊപ്പം തന്നെ പുള്ളി റിതം പ്രോഗ്രാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പോസർ വായിക്കുന്ന ആ ദൗത്യത്തിനെയാണ് ഈ പറയുന്നത്. ഓക്കെ. അപ്പൊ പുള്ളി ആദ്യം കോങ്കോ വായിച്ചിരുന്നു, പിന്നെയാണ് ഇതിനകത്തേക്ക് കിടന്നത്. അപ്പൊ അദ്ദേഹത്തിന് എല്ലാ മേഖലയിലും, പിന്നെ
അദ്ദേഹത്തിന്റെ വാക്ചാതുര്യത്തില് വീഴാത്ത ആരും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് നല്ല പെരുമാറ്റമായിരുന്നു. ഉം. അപ്പൊ അങ്ങനെ സുരേഷിനെ ഞങ്ങൾ പല സ്ഥലത്തും ചെല്ലുമ്പോഴും സുരേഷിന്റെ ഓർമ്മ പങ്കുവെക്കുന്ന ഒത്തിരി പേരെ ഞങ്ങൾ കണ്ടു. അപ്പൊ അത്രയും അക്സെപ്റ്റഡ് ആയിരുന്നു ജനഹൃദയങ്ങളിലെ സുരേഷ്. അപ്പൊ ആ സുരേഷിന്റെ ആ ഒരു ആബ്സെൻസില് ആ ഒരു കുറവ് നികത്തുക എന്ന് ശ്രീജ ആ സ്ഥാനത്തേക്ക് വരുമ്പോൾ ശ്രീജയുടെ ടാസ്ക് ഒത്തിരി വലുതാണ്. പക്ഷെ അത് വളരെ വിദഗ്ധമായിട്ടും കാര്യക്ഷമതയോടും കൂടി അത് ശ്രീജ അത് നിർവഹിക്കുന്നുണ്ട്. പല ബുദ്ധിമുട്ടുകളും ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെല്ലാം തരണം ചെയ്യാനായിട്ട് ശ്രീജയ്ക്ക് സാധിക്കുന്നുണ്ട്. സമീൻ ചേട്ടൻ പാട്ട് പാടുവോ? ഇല്ല, ഞാൻ പാട്ടല്ല, ഞാൻ നൃത്തമാണ്. ശരി ശരി. ശ്രീ ചേച്ചി പറഞ്ഞോളൂ. ശ്രീജയ്ക്ക് വേറെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ശ്രീജയുടെ അനിയനും അനിയത്തിയും ഹസ്ബൻഡ് ആൻഡ് വൈഫ് കണ്ണനും ഭാഗ്യലക്ഷ്മിയും അവരും ഇതിനകത്ത് സജീവമായിട്ട് നിന്ന് ശ്രീജയ്ക്ക് സപ്പോർട്ട് കൊടുക്കുന്നു. അങ്ങനെ ഒരു അനുഗ്രഹം കൂടി ശ്രീജയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൂടാണ്ട് അവരെ പോലെ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും. അതിനകത്ത് സെപ്പറേഷൻ ഇല്ല, എന്നാലും ഞങ്ങള് കുടുംബാംഗങ്ങളല്ലെങ്കിലും ഞങ്ങളും എല്ലാവരും ഒരർത്ഥത്തിൽ കുടുംബാംഗങ്ങളായി തന്നെയാണ് ഞങ്ങൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ ചേച്ചി സുരേഷ് ചേട്ടനെ കുറിച്ച് പറഞ്ഞപ്പോൾ 1000 നാക്കാണ് സൈമൺ ചേട്ടന്. അതുപോലെ തന്നെയാണ് എല്ലാ കൂട്ടുകാർക്കും ഒന്ന് പറയുന്നത്. നന്നായി സംസാരിക്കുന്ന ആളായിരുന്നു. സുരേഷ് ചേട്ടനെ കുറിച്ച് ഞങ്ങളോട് പറയൂ. ഏതൊക്കെ പാട്ടായിരുന്നു സ്റ്റേജിൽ തകർത്ത് പാടിക്കൊണ്ടിരുന്നത്? വന്തേണ്ട പാൽക്കാരായിരുന്നു ഞാൻ കാണുന്ന സമയത്തൊക്കെ പാടിക്കൊണ്ടിരുന്നത്. പിന്നെ അഴകിയ ലൈല, പ്രണയ വിവാഹമായിരുന്നു. അതെ ലവ് മാരേജ് ആയിരുന്നു. എന്റെ വീട് മലയാറ്റൂരാണ്. ഓ ശരി ശരി. എങ്ങനെയായിരുന്നു പ്രണയം? പാട്ട് കേട്ടിട്ടാണോ? ആ പാട്ട് കേട്ടിട്ടായിരുന്നു. ഞാൻ ഡാൻസ് ഒക്കെ ചെയ്യായിരുന്നു. അങ്ങനെ സ്റ്റേജിൽ വെച്ച് അങ്ങനെ കണ്ട് പരിചയതാണ്. ഓ ശരി ശരി ശരി. ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാ ചേട്ടൻ പാടുന്നേ? കണ്ണേ കലൈമാനെ, ആ പാട്ട് ആളുടെ ഫേവറേറ്റ് ആയിരുന്നു. തമിഴ് പാട്ടുകളോടാണോ സുരേഷ് ചേട്ടൻ ഏറ്റവും ഇഷ്ടമായിരുന്നത്? ചേട്ടൻ തമിഴ് ഫാസ്റ്റ് ആണ് പാടിക്കൊണ്ടിരുന്നത്. ശരി ശരി ശരി. വേദിയിലൊക്കെ വരുമ്പോ എങ്ങനെയായിരുന്നു? അതൊക്കെ ഒന്ന് പറയൂ, കേക്കട്ടെ ഞങ്ങള്. അതെ, ഭയങ്കര ഡാൻസർ ആയിരുന്നു. പണ്ട് കാലത്തൊന്നും അങ്ങനെ ഡാൻസ് ചെയ്ത് പാടുന്നവര് കുറവായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. അപ്പൊ അന്ന് ഡാൻസ് ചെയ്ത് തമിഴ് പാട്ട് ഇപ്പോഴും വരുന്ന സമയത്തും കുറെ ലവ് ലെറ്റർ ഒക്കെ വീട്ടിൽ കാണാം. കാരണം ചേട്ടൻ ടീഷർട്ട് മാത്രമാണ് ഇടുള്ളായിരുന്നു. അപ്പൊ ആളുടെ ആ ഒരു അറിയപ്പെടുന്നത് ടീഷർട്ട് ഇട്ട് ആളെന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഓരോ പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പോഴും അന്നൊക്കെ ഭയങ്കര ലെറ്ററുകളുടെ ഒക്കെ ഇപ്പോഴും കാണും. എവിടെയെങ്കിലും ഒക്കെ തപ്പിക്കഴിഞ്ഞാൽ ലെറ്റർ ഒക്കെ കാണാൻ പറ്റും. ശരി ശരി. എന്തായാലും ചേച്ചി എല്ലാവിധ ആശംസകളും. സൈമൺ ചേട്ടാ, ഗംഭീരമായിട്ട് ട്രൂപ്പ് മുന്നോട്ട് പോകട്ടെ. ഒരുപാട് വേദികൾ നിങ്ങൾക്ക് കിട്ടട്ടെ. പുതിയ കാലത്തേക്ക് പുതിയ കാര്യങ്ങളുമായിട്ട് നിങ്ങൾ വരൂ. ഞങ്ങൾ കാത്തിരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഞങ്ങൾക്കൊപ്പം ചേർന്നതിന്. ഓക്കെ, താങ്ക് യു. ന്യൂസ് 3 പൂർണ്ണമാകുന്നു. നമസ്കാരം.